കാരണം ഇപ്പുറത്തുള്ളത് രാഹുലാണോ? എനിക്കറിയില്ല, പറയാൻ പറ്റുമോ? ഈ പറയപ്പെട്ട രാഹുലാണോ? അപ്പുറത്ത് കേട്ട സ്ത്രീ ശബ്ദം ബ്ലറായിട്ടാണ് കേൾപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ അത് എഡിറ്റ് ചെയ്തത്? അത് നിയമപരമായി അങ്ങനെ ചെയ്തേ കഴിയൂ. നിയമപരമായി ചെയ്തേ പറ്റൂ. ഇത് അതിനല്ലേ ഞങ്ങൾ തന്നോട് പറഞ്ഞത് മാപ്പാക്കണം. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ട് നടത്തുന്ന താങ്കളുടെ ശബ്ദത്തിൽ പിന്നെ സംസാരിക്കുന്ന എത്ര പേരെങ്കിലും കേൾക്കണം? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? എനിക്കറിഞ്ഞൂടാ. കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ. ഈ BRM ഷഫീറിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന എത്ര പേരെങ്കിലും അറിയാം? പക്ഷെ അതറിഞ്ഞാൽ മതി. ഷഫീർ അപ്പൊ ഇത് നിഷേധിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അയാൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതിനെന്താ കുഴപ്പം? അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി വരട്ടെ, FIR ഇടട്ടെ, അയാളെ തൂക്കിക്കൊല്ലട്ടെ, ഉള്ളികളൊക്കെ പോരട്ടെ. ആരെങ്കിലും തടയോ? ഞങ്ങൾ തടയില്ല. അപ്പൊ അതായപ്പോ ഷഫീറിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ്. പക്ഷേ നിങ്ങള് അല്ല, പാർട്ടിയുടെ നിലപാട് ഇതല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സ്ഥാപിക്കരുത്. അല്ല, പ്രതിപക്ഷ നേതാവ് അതല്ലല്ലോ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സ്റ്റാൻഡിലാണല്ലോ ഞാൻ പറഞ്ഞത്. അതാണല്ലോ പാർട്ടിയുടെ സ്റ്റാൻഡ്. ഞാൻ കുഴയ്ക്കും, കുഴപ്പിക്കണു തോന്നുമ്പോ ഞാൻ കുഴപ്പിക്കും. അതെ, കുഴപ്പീര് മാത്രമല്ലേ ഉള്ളൂ. രാഹുൽ അല്ലെന്ന് ഷഫീറിന് പറയാമോ? ഞാൻ അല്ല എന്നല്ല പറയുന്നത്. ആവാം, അതിലൊന്നും എനിക്ക് തർക്കമില്ല. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പക്ഷെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു പരാതിക്കാരി ഇല്ലാത്തൊരു കേസിൽ, ആരെങ്കിലും വന്നിട്ട് ഞാനാണ് പരാതിക്കാരി എന്ന് പറയാനില്ലാത്തൊരു കേസിൽ, ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഉണ്ടെന്ന് പറയാൻ പറ്റാത്തൊരു കേസിൽ ഒരാൾക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തിയ പാർട്ടിയോടാണ് നിങ്ങളുടെ ചോദ്യം. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇങ്ങനെ ഒരു പാർട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും. ശ്രീ ഷിജിത് പണിക്കർ, ഇത് അതിവിചിത്രമായ വാദമാണ്. ഒരു സ്ഥലത്ത് ശക്തമായ നടപടി എടുക്കുന്ന പാർട്ടിയാണ്. പക്ഷെ ഒരു തെളിവും വേണ്ട, വെറുതെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ എടുത്ത് മാറ്റുന്ന പാർട്ടിയാണ്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ഞങ്ങൾക്ക് നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തിൽ ശുദ്ധ തെളിയിക്കണം? എന്തിലാണ് ശുദ്ധി തെളിയിക്കേണ്ടത്? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. എന്തിലാണ് ശുദ്ധി തെളിയിക്കേണ്ടത്? നമുക്കെതിരായി ഇപ്പൊ ഒരാൾക്കെതിരായിട്ട് ഒരു വ്യക്തിപരമായിട്ട് ഒരു ആരോപണം വരുന്നു. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ധാർമ്മികതയുടെ പുറത്ത് ഒരു പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. ശ്രീ ഷഫീർ, താങ്കൾ ഈ ചർച്ചയിൽ ഇപ്പോൾ ശ്രീ വിനുവിനോട് ചോദിച്ചത് ആരാ പരാതിക്കാരി, അവരുടെ പേരെന്താ എന്നാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റാൻ ശ്രീ VD സതീശൻ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ, പറഞ്ഞു കാണും. ആരാ പരാതിക്കാരി, അവരുടെ പേരെന്താ എന്നീ രണ്ട് ചോദ്യം താങ്കൾക്ക് ശ്രീ സതീശനോട് ചോദിക്കാമായിരുന്നു. ചോദിച്ചോ? സതീശൻ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാമോ? പറയാൻ കഴിയുമോ? അപ്പോൾ ശ്രീ വിനുവിനോട് ചോദിക്കുന്നതല്ല, ഒരു തീരുമാനമെടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് ആരാണ് പരാതിക്കാരി എന്നറിയാം, അവരുടെ പേരെന്താണെന്ന് അറിയാം, അവരോട് അദ്ദേഹത്തിനുള്ള ബന്ധം വ്യക്തിപരമായിട്ട് എന്താണ് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ കിട്ടാത്ത ഒരു ചോദ്യം ഒരു ചർച്ചയിലെ അവതാരകനോട് ചോദിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ. ഇവിടെ ഒരു പ്രശ്നം, താങ്കൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ താങ്കൾ പലപ്പോഴും പറഞ്ഞ് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പൊസിഷനിൽ നിന്ന് മാറി പലപ്പോഴും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ആൾക്കാർക്ക് തോന്നുക. ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഒരു സെക്കൻഡ്, നല്ല കട്ടിയാണല്ലേ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താങ്കൾ ഒന്നുകൂടി കേൾക്കണം. തന്റെ സഹപ്രവർത്തകർക്ക് തന്നെ ന്യായീകരിക്കേണ്ട ബാധ്യത താനായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ താങ്കൾ അത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതുപോലത്തെ സാഹചര്യത്തിലെങ്കിലും നിന്റെ പഴയ തൊട്ടി സ്വഭാവം എടുക്കാതിരി. അതായത് താങ്കളുടെ ന്യായീകരണം വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അറിയാം. ആ ശബ്ദം രാഹുലിൻ്റെതാണോ എന്ന് ഞാൻ ശ്രീ ഷഫീറിനോട് ചോദിക്കുന്നില്ല. പക്ഷെ ആ ശബ്ദം രാഹുലിൻ്റെതല്ല എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? താങ്കൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ആ ശബ്ദം രാഹുലിൻ്റെതല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ ചർച്ചയിൽ നടത്താൻ കഴിയുമോ? ആ ഓഡിയോ ക്ലിപ്പ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? അതിലെ സ്ത്രീ പറയുന്നത് നുണയാണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? അവരുടെ ശബ്ദം ഓൾട്ടർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? രാഹുലിനെതിരെ FIR ഇട്ടാലും ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരുപക്ഷെ ശ്രീ ഷഫീർ അടക്കമുള്ള ആൾക്കാർ പറയും, പിന്തുണയ്ക്കും. എന്നിട്ട് പറയും, നോക്കൂ കുറ്റപത്രം വന്നില്ലല്ലോ എന്ന്, അല്ലെങ്കിൽ പിന്നെ കുറ്റവാളിയായിട്ട് തെളിഞ്ഞില്ലല്ലോ എന്ന് പറയും. ഈ ന്യായീകരണമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതല്ലേ?
എന്ത് പ്രഹസനമാണ് സജി. എന്താണ് ശ്രീ ശ്രീ ഷഫീർ വിശദീകരണം? എന്താണ് മറുപടി? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടൊരു വാക്കും പറഞ്ഞിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി മാസങ്ങളോളം മുകേഷിനെയും അതുപോലെ തന്നെ കടകംപള്ളിയെയും ഐസക്കിനെയും ശശിയെയും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തല്ലോ. നിങ്ങളുടെയൊക്കെ ചർവിത ചർവണങ്ങൾ 1.5 മാസക്കാലം 2 മാസക്കാലത്തോട് ചർച്ച ചെയ്തല്ലോ. ഒരു രാജി പോയിട്ട് ഒരു മറുപടി പിണറായി വിജയൻ കിട്ടിയോ? ഇതിപ്പോ എന്നോട് വെല്ലുവിളിക്കണം? ഞാൻ എന്ത് ചെയ്തു? ഈ ചർവിത ചർവണ നടത്തിയത് ആരാ? പ്രതിപക്ഷമല്ലേ? അതിനുകൂടി നമ്മുടെ നെഞ്ചത്തേക്ക് കയറുന്നതിനാണ്. നിങ്ങളുടെ ചർവിത ചർവണത്തിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞത് നമ്മുടെ നെഞ്ചത്തേക്ക് കയറുന്നതിനാണ്. അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതെന്റെ കയ്യിലാണല്ലേ, അപ്പൊ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരോടും പറയണ്ട കേട്ടോ. ഇവിടെ ശ്രീകുമാർ മണിയില് പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് അല്ലേ നടപടി എടുത്തൂടെ? ഞങ്ങൾ നടപടി എടുക്കില്ല നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ബോധിപ്പിക്കണോ ഞങ്ങൾക്ക് നടപടി എടുക്കാൻ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. ഞങ്ങൾ നടപടി എടുക്കില്ല നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ബോധിപ്പിക്കണോ ഞങ്ങൾക്ക് നടപടി എടുക്കാൻ? ചെറുതായിട്ട് ശ്രീ ബഷീർ, ഞങ്ങളുടെ ശ്രീ ഷഫീർ, സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയവരാണ് ഇതെന്തൊരു ഞങ്ങൾ. വർത്തമാനമാണ് ഈ ഷഫീർ പറയുന്നത്? ഇതെവിടത്തെ ന്യായം? നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. കോൺഗ്രസ് എന്ന പാർട്ടി നിങ്ങളുടെ മാത്രം സ്വത്തും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ജനങ്ങളിലേക്കാണ് ജനവിധിക്കായി ഇറങ്ങുന്നത്. അല്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വെല്ലുവിളിക്കുന്നതാരാ? ജനങ്ങളെയാണോ? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഷഫീർ ഒരു സാമാന്യ ജനാധിപത്യ ബോധം പോലും ഇല്ലേ? നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച് ഈ നമ്മുടെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാണ്? ക്ഷമിക്കണം, വിവരമില്ലായ്മ ഉണ്ടാ. മനസ്സിലായി. ജനങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്തിനാണ്? ശ്രീ ബിനു, ആ ആരോപണം തന്നെ നിങ്ങൾ പിൻവലിക്കണം. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയോ ഒരു ഇരയെയും ഞങ്ങൾ വേട്ടക്കിട്ട് കൊടുക്കില്ല. ഇരയായി പറയപ്പെടുന്ന ഏതെങ്കിലും പെൺകുട്ടി പരാതിയുമായിട്ട് വന്നാൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പോലും അവരുടെ മാനത്തെ ഹനിക്കുന്ന ഒരു വാക്കൊരു എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. പറയാൻ. പക്ഷേ ആ പെൺകുട്ടികളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൈബർ പോരാളികൾക്കെതിരെ പല സ്ത്രീകൾ ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞു. ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? പോലീസിൽ, APCC ഓഫീസിലല്ല, പോലീസിൽ. ഒരു ഇരയെയും അവരുടെ 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 അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഇറങ്ങരുത്. എന്നിട്ട് നീ നന്നായോ? നന്നാക്കാൻ വന്നിരിക്കുന്ന ഒരാള് ആരെങ്കിലും പരാതിയുമായിട്ട് വന്നാൽ അവരെ വേട്ടക്കിട്ട് കൊടുക്കരുത്. ഞങ്ങൾ കടുത്ത നടപടിയെടുക്കും എന്ന് പറയാൻ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അല്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. VD സതീശൻ അല്ലാതെ മറ്റാരും ഇല്ലേ? അല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്. അതാണ് ഞാൻ പറയാണ്ടോ നിങ്ങൾക്ക്? ഇനി എന്താ പറയാനാ പറഞ്ഞത്. ഒരു ഇരയുടെ പേര് പോലും ഉണ്ടായിരുന്നിട്ട് പോലും, ഒരു പേര് പോലും ഇല്ലാതിരുന്നിട്ട് പോലും ഞങ്ങൾ നടപടിയെടുത്തു. ഇനിയും ഞങ്ങൾ നടപടിയെടുക്കാൻ ആലോചിക്കുന്നു. അതിനു മുമ്പ് നിങ്ങളങ്ങ് തട്ടിക്കയറണ്ട. ഞങ്ങൾ നടപടിയെടുക്കാൻ ഇരിക്കല്ലേ? തട്ടിക്കയറുന്നത് ഷഫീറാണ്. ചർച്ച ചെയ്യാനിരിക്കുക. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഷഫീറാണ്. ചർച്ച ചെയ്യാനിരിക്കുക. കൂടുതൽ നടപടി എടുക്കേണ്ടതുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ശ്രീകുമാർ മണിയുടെ പിന്നെ വാദം കേൾക്കുകയായിരുന്നു. സാർ, ഇത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് സാർ നിങ്ങൾക്കൊക്കെ ഇത്രമാത്രം പറയാൻ സ്പേസ് തന്നെ കിട്ടിയത്. സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മിക്കവാറും ഇങ്ങനെ പോയാൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കും. ഒരു നിമിഷം, ശ്രീകുമാർ മണിയിൽ പെട്ടെന്നുള്ള മറുപടി. പറയാൻ സ്പേസ് കിട്ടിയത് കോൺഗ്രസ് ആയതുകൊണ്ടാണ്. പെട്ടെന്നുള്ള മറുപടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൂടെ ശ്രീകുമാർജി ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്ക്. കോൺഗ്രസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറയാനുള്ള സ്പേസ്. ഞങ്ങൾ ഒരു എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഒരു അക്രമിയായി പറയട്ടെ. ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്ന പോലെ ടൈം ലിമിറ്റ് വെച്ചല്ല, ഞങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു തീരുമാനമെടുക്കും. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര നേരം ഞാൻ കാറിലിരിക്കുകയായിരുന്നു. അതല്ല, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാൻ. ആക്രോശമൊന്നും വേണ്ട കോൺഗ്രസിനോട്. ഞങ്ങളൊരു തീരുമാനം എടുക്കട്ടെ. ഞങ്ങൾക്ക് സമയം പറയട്ടെ. വല്ലമാരുന്ന് കൊടുത്ത കുറയൂ. MLA സ്ഥാനം രാജിവെച്ച ഇതുകൂടെ കേട്ടിട്ട് പറ. ഇല്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. ഷഫീറെ, ഒരു MLA രാജിവെപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഹിമാലയം പ്രശ്നമൊന്നുമല്ല. ഇത്ര വലിയ ഗൂഢമായ ആലോചനയുടെ ആവശ്യം അതിനകത്തില്ല. പണ്ട് K. കരുണാകരനാണെങ്കിൽ ഒറ്റ വാചകം പറയുള്ളൂ, ആ പേപ്പർ എഴുതി തന്നേക്കാൻ പറയും.
അതാണ് 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ തീരുമാനമെടുക്കാത്ത സാഹചര്യങ്ങളിൽ ഇനി എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും ഇനി എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങളുടെ തീരുമാനമാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടത്. കാരണം ഇതിനകത്ത് ഈ പാർട്ടിയെ ചതിച്ചിട്ട് നിൽക്കുന്ന ഒരാൾ, ഈ പാർട്ടിയോട് വഞ്ചന കാണിച്ചിട്ട് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് വഞ്ചന കാണിച്ച ഒരാളെ നിങ്ങൾ ഇനി എത്ര നാൾ സഹിച്ചാലും എത്ര നാൾ തോളിലേറ്റിയാലും അത് ഈ പാർട്ടിക്ക് തന്നെ പെർമനന്റ് ഡാമേജ്. അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. കാണിച്ചു, ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് അതിന്റെ വിചാരം. ഉണ്ടെങ്കിൽ ഞാനതാ പറഞ്ഞ ഈ പാർട്ടിക്ക് ഉണ്ടാകുന്ന കൊളാറ്ററൽ ഡാമേജ് അത് സഹിക്കുന്നതിനപ്പുറത്തായിട്ടായിരിക്കും അത് നിങ്ങൾക്ക് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് ഞാൻ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റവാളി ശത്രുക്കളാണോ ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ? തന്റെ തലയിൽ എന്താണോ? എന്റെ തലയിൽ എന്താ സാർ? ഇതുപോലെ മക്കുണാപ്പന്മാരാണല്ലോ എന്റെ സർക്കിളുള്ളത്. അപ്പോൾ സ്വയം തോൽക്കുന്ന വാദങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ ഷഫീർ, നിങ്ങൾ ന്യായീകരിച്ചോളൂ രാഹുലിനെ. പക്ഷേ ഈ സ്വയം തോൽക്കുന്ന ന്യായങ്ങൾ ഉന്നയിക്കരുത്. രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ അത് സതീശൻ്റെ തൊപ്പിയിലെ ഒരു ഭയങ്കര കാക്കത്തൂലല്ല, ഒരു മയിൽപ്പീലിയായിട്ട് മാറും. പിന്നെ അദ്ദേഹത്തിന് ധൈര്യസമേതം ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചല്ല. ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. ആരോപണ വിധേയനായ ആ ഡാഷ് മോനെ ഞങ്ങൾ ബൂത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമല്ല MLA സ്ഥാനത്ത് തന്നെ രാജിവെക്കും. മാത്രമല്ല ഇവൻ ഈ 5-6 മാസം ഇനി MLA ഇരുന്നിട്ട് എത്തിയാണ്. അവന് പാലക്കാട്ടെ MLA ആയിരിക്കാന്ന് യോഗ്യനല്ലാന്ന് പുള്ളി ഇതിനകത്ത് തന്നെ തെളിയിച്ചു പോയി. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പാലക്കാട്ടെ MLA പോയിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കാൻ യോഗ്യത ഇല്ലാത്തവനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അഭിപ്രായം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവും. അവനെ കൈപിടിച്ച് വർണ്ണമാല്യം അണിയിക്കാനായിട്ട് പാലക്കാട് കൊണ്ടു നിർത്തിയ ഷാഫിയാണ് ശരിക്കുള്ള കുറ്റക്കാരൻ. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. ഏതായാലും രാഹുൽ ഇനി മാങ്ങാണ്ടിയോ തേങ്ങാക്കുറി എന്തെങ്കിലും ചെയ്യട്ടെ. തേങ്ങാക്കുറി എന്തെങ്കിലും ചെയ്യട്ടെ. അവന് പറഞ്ഞുകൊണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അപ്പോൾ സതീശൻ ഇപ്പോൾ വിവേകപൂർണ്ണമായ തീരുമാനമെടുത്താൽ അത് പാർട്ടിക്കും മുന്നണിക്കും വളരെ ഗുണകരമായിരിക്കും. ഇതുപോലെയുള്ള ഇരപ്പാളികളെ അലവലാദികളെ ഏഴാങ്കൂലികളെ ഒരു മിനിറ്റ് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പാർട്ടി നന്നാവും. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. എനിക്ക് വേണ്ട.